Hello students, our second example to the application of fundamental theorem of calculus is for the function say capital G of x equal to tan inverse x. G of x equal to tan inverse of x. It is also written as arc tan x. ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കണം tan inverse x ആണ് ഉദ്ദേശിക്കുന്നത് എന്ന്. For all x element of closed interval AB. Then you know that g dash x equal to 1 divided by 1 plus x square. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് g of x equal to tan inverse x. അല്ലെ 1 plus 1 by x സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ ആണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. For all x element of closed interval AB. Here g dash അല്ലെങ്കിൽ അതിനെ സ്മോൾ g എന്ന് വിളിക്കാം ഈക്വൽ ടു 1 by 1 plus x square element of RAB. ഇത് റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. And g dash x equal to g for all x element of closed interval AB. ഇതെല്ലായിടത്തും ഇങ്ങനെയാണ്. അപ്പോൾ ഈ എന്ന് പറയുന്നത് ഇവിടെയും 5 ആണ്. E equal to 5. So using fundamental theorem we can write the integral of, and this is continuous, tan inverse x is continuous. Capital F ന്റെ പൊസിഷനിലുള്ളത് ക്യാപിറ്റൽ G ആണ്. അപ്പോൾ കണ്ടീഷൻസ് ഓർഡറിൽ പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ G കണ്ടിന്യൂസ്, ക്യാപിറ്റൽ G ഡാഷ് ഈക്വൽ ടു G ഫോർ ഓൾ എക്സ് ആൻഡ് G എലമെന്റ് ഓഫ് സ്മോൾ g എലമെന്റ് ഓഫ് അത് 1 by 1 plus x square ആണ്, tan inverse x അല്ല. So we can write the integral from a to b of 1 by 1 plus x square dx. ഈ ഇൻ്റഗ്രൽ നമുക്ക് എഴുതാം. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു എന്താ എഫ് ജി ബി മൈനസ് ജി എ, ക്യാപിറ്റൽ ജി ബി മൈനസ് ക്യാപിറ്റൽ ജി എ എന്ന് നമ്മളിപ്പോൾ പറയണം. അത് ആൻറ്റി ഡെറിവേറ്റീവ് 1 by 1 plus x സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് അതിൽ ബി കൊടുത്താൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ബി മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എ എന്ന് നമുക്ക് എഴുതാം. ദിസ് ഈസ് ദ സെക്കൻഡ് എക്സാമ്പിൾ. ആൻഡ് തേർഡ് we consider a function a of x equal to modulus of x. A of x equal to modulus of x for all x element of closed interval minus 10. A of x equal to, then you know that a dash x equal to mod x എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ എക്സ്, അപ്പോൾ ഡിഫറൻഷ്യൽ 1, നെഗറ്റീവ് ആണെങ്കിൽ മൈനസ് എക്സ്, ഡിഫറൻഷ്യൽ -1. പക്ഷേ 0 വരുമ്പോൾ റൈറ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ്, ലെഫ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണ്. 0യിൽ മോഡ് എക്സിന് ഡിഫറൻഷ്യൽ ഇല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ എ ഡാഷ് എക്സ് ഈക്വൽ ടു 1 വെൻ എക്സ് എലമെന്റ് ഓഫ് എവിടെയാണ് 0, 10. 0 പറയത്തില്ല, ഓപ്പൺ 0 ക്ലോസ്ഡ് 10. ആൻഡ് -1 വെൻ എക്സ് എലമെന്റ് ഓഫ് -10 ക്ലോസ്ഡ് 0 ഓപ്പൺ. ആൻഡ് it cannot be defined at 0. 0 ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നേ ഇല്ല. ക്യാപിറ്റൽ എഫ് ഡാഷ് എക്സ് എഫ് എക്സ് ആകുന്നത്. ഇതാണ് നമ്മൾ എ ഓഫ് എക്സ് സ്മോൾ ലെറ്റർ ഉപയോഗിച്ച് എഴുതുന്ന ഫംഗ്ഷൻ. സ്മോൾ എഫ് എന്നോ സ്മോൾ ജി എന്നൊക്കെ ഇതുപോലെ സ്മോൾ എ എക്സ്. എ ഡാഷ് എക്സ് എ എക്സ് ആകുന്ന പോയിന്റ് അല്ല 0. അപ്പോൾ നമ്മുടെ ഇ എന്ന് പറയുന്നത് ഈ കേസിൽ ഈ ഈക്വൽ ടു, ഈയിലൊരു പോയിന്റ് ഉണ്ട്. മുമ്പ് കണ്ട 2 എക്സാമ്പിൾസിലും ഈയിൽ പോയിന്റ്സ് ഒന്നും ഇല്ലായിരുന്നു. ഈയിലൊരു പോയിന്റ് ഉണ്ട്, അത് ഇടയ്ക്കാണ്. പക്ഷെ ഇടയ്ക്കാണെന്നുള്ള പ്രശ്നമില്ല എന്ന് നമ്മൾ പറഞ്ഞു. എന്താ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എഴുതാൻ? ഇൻ്റഗ്രൽ -10 to 10. എ ഡാഷ് എക്സ് കണ്ടത് 1ഉം -1ഉം. ഇതെന്നതാ സിഗ്നം എക്സ് ആണ്. നമുക്ക് എഴുതാനൊരു മാർഗം, സിഗ്നം എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എഴുതാൻ -10 to 10 എഴുതാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ എന്നാ വരിക? ക്യാപിറ്റൽ എ ഓഫ് 10 മൈനസ് എ ഓഫ് 0 പ്ലസ് ക്യാപിറ്റൽ എ ഓഫ് -10 എ ഓഫ് 0 മൈനസ് എ ഓഫ് -10. അപ്പോൾ അത് എ ഓഫ് 0 ക്യാൻസൽ ചെയ്യും, എ ഓഫ് 10 മൈനസ് എ ഓഫ് 0 എന്നാകും. അല്ലെങ്കിൽ നേരെ അങ്ങനെ എഴുതിയാൽ മതി. ഈക്വൽ ടു ഇൻ്റഗ്രൽ -10 to 10. ആരുടെ ഇൻ്റഗ്രേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇൻ്റഗ്രൽ -10 to 10 സിഗ്നം എക്സ്
അല്ലെങ്കിൽ എ ഓഫ് എക്സ്, അതാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇൻ്റഗ്രൽ -10 to 10 എ ഓഫ് എക്സ് ഡി എക്സ്, എ ഓഫ് എക്സ് ഡി എക്സ് ഇത് രണ്ടിലേതെങ്കിലും എഴുതിയാൽ മതി. ഈക്വൽ ടു എങ്ങനെയാ, ക്യാപിറ്റൽ എ ഓഫ് എക്സ് എന്ന് പറയുന്നത് മോഡ് എക്സ് ആണ്, അതിൻ്റെ വാല്യൂ എ ഓഫ് 10 മൈനസ് എ ഓഫ് -10 അത് എഴുതിയാൽ മതി. ആൻഡ് എ ഓഫ് 10 ഈക്വൽ ടു മോഡുലസ് ഓഫ് 10, the other is modulus of -10. both are 10 and the value equal to 0. ഇനി 0 വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ 0 10ൽ -10 0ൽ നമ്മൾ എഴുതും. അപ്പോൾ എ ഓഫ് 10 മൈനസ് എ ഓഫ് 0 ആദ്യത്തെ ഇൻ്റഗ്രൽ 0 to 10 -10 to 0 ആകുമ്പോൾ എ ഓഫ് 0 മൈനസ് എ ഓഫ് 10 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ എ ഓഫ് 0 കട്ട് ചെയ്ത് പോകും, എ ഓഫ് 10 മൈനസ് എ ഓഫ് 10 എഴുതാനുള്ളൂ. അതുകൊണ്ട് ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സിലാണ് ഈ പ്രശ്നം എങ്കിൽ എഫ് ഡാഷ് എക്സ് എഫ് എക്സ് ഈക്വൽ ആകാത്ത പ്രശ്നം, അല്ലെങ്കിൽ നമുക്കതിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത പോയിന്റ്, ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സേ ഉള്ളെങ്കിൽ ആ ഇൻ്റർവെല്ലിൽ നമുക്ക് എൻ പോയിന്റ്സ് ഉപയോഗിച്ച് തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ഫസ്റ്റ് ഫോം ഉപയോഗിച്ച് റിസൾട്ട് പറയാനായിട്ട് സാധിക്കും. അതാണ് ഫണ്ടമെൻ്റൽ തിയറത്തിൻ്റെ ഈ നോൺ എം ടി ആകുന്നതും ഉള്ള എക്സാമ്പിളാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ എം ടി ആകുന്ന കേസിൽ വളരെ സംശയങ്ങളൊന്നുമില്ല, വളരെ എളുപ്പമാണ്. പക്ഷേ ഇത് നമ്മൾ ആൻറ്റി ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇൻ്റഗ്രേഷനിൽ. ഇൻ്റഗ്രൽ എക്സ് എന്ന് പറയുമ്പോൾ x²/2 ജനറൽ ഇൻ്റഗ്രൽ പറയും, അങ്ങനെ നമ്മൾ എഴുതിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഇൻ്റഗ്രൽ എന്ന കൺസെപ്റ്റിലേക്ക് തന്നെ വരാം. ഇൻ്റഗ്രൽ നമ്മൾ രണ്ട് തരത്തിൽ ഇൻ്റഗ്രൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ ഓർമ്മയുണ്ടാവും. ഒന്ന് ഡെഫിനിറ്റ്, മറ്റേത് ഇൻഡെഫിനിറ്റ്. ഡെഫിനിറ്റ് ഇൻഡെഫിനിറ്റ്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഡെഫിനിറ്റ് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള കാര്യം അവിടെ ഉണ്ട്. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്, അതൊന്നും എഴുതുന്ന കാര്യമില്ലല്ലേ. ഇൻ്റഗ്രൽ എ ടു ബി എഫ് എന്ന് എഴുതുന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റൈലിൽ എത്ര എഴുതിയാൽ മതി. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ്. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എഫ് എന്ന് മാത്രം പറയുന്നു. ഫോർ എക്സാമ്പിൾ ഇൻ്റഗ്രൽ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ എഴുതും x²/2. ഇൻ്റഗ്രൽ എ ടു ബി എക്സ് എന്ന് പറഞ്ഞാൽ എന്നാ b²/2 മൈനസ് a²/2. അത് 2 to 3 ആണെങ്കിൽ 3² 9/2 2² 4/2. അപ്പോൾ ഇതിങ്ങനെ ഒരു നമ്പർ ആയിപ്പോയി. ദിസ് ഇസ് എ ജനറൽ ഫംഗ്ഷൻ. ഇതാണ് ഡെഫിനിറ്റ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഇനി ഇൻഡെഫിനിറ്റിൽ തന്നെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ വിത്ത് എ ബേസ് പോയിന്റ്. ബേസ് പോയിന്റ് ഉള്ള ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഉണ്ട്. ബേസ് പോയിന്റ് എന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു, അപ്പോൾ എന്താ ഇവിടെ വേരിയബിളാണ്, എ ടു ഇസഡ് എഫ് എന്ന് നമുക്ക് പറയാം. ഇൻ്റഗ്രൽ എ ടു ഇസഡ് എഫ്. അതിനെ ഇൻ്റഗ്രലിനെ നമ്മൾ ക്യാപിറ്റൽ ഉപയോഗിച്ച് എഴുതുക. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഇസഡ് എന്ന് ഈ ഫംഗ്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യും. ക്യാപിറ്റൽ എഫ് ഇസഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ഇസഡ് എഫ്. ദിസ് ഈസ് കോൾഡ് ദ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ വിത്ത് ബേസ് പോയിന്റ് എ. ബേസ് പോയിന്റ് എ ആയിട്ടുള്ള ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ് ഇത്. ബേസ് പോയിന്റ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ അപ്പോൾ നമുക്ക് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കിട്ടും. ബേസ് പോയിന്റ് വേണ്ട, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ പറയുന്ന എന്താണ് അത് തന്നെ കിട്ടാൻ പോവുകയാണ്. ഫോർ എക്സാമ്പിൾ ഇൻ്റഗ്രൽ എ ടു എക്സ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്നാ x²/2 അപ്പർ ലിമിറ്റ് എക്സ് കൊടുത്താൽ x²/2, ലോവർ ലിമിറ്റ് എ കൊടുത്താൽ a²/2. എ ഈക്വൽ ടു 0 ഇംപ്ലൈസ് ദിസ് ഈസ് ഈക്വൽ ടു x²/2. അപ്പോൾ നമ്മളതിൻ്റെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇൻ്റഗ്രൽസ് ഡെഫിനിറ്റ് ഇൻഡെഫിനിറ്റ്. ഇൻഡെഫിനിറ്റിനെ തന്നെ ബേസ് പോയിന്റ് എ വെച്ച് ഡിഫൈൻ ചെയ്യാം. ബേസ് പോയിന്റ് എ 0 ആണെങ്കിൽ നമ്മൾ സാധാരണ പറയുന്നു ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ എത്തും എന്നൊക്കെ മനസ്സിലാക്കാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു തിയറമാണ് അടുത്തത്. നമ്മൾ മുമ്പ് ഡിഫൈൻ ചെയ്ത ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ഇസഡ് എഫ് എന്ന് ഡിഫൈൻ ചെയ്ത ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഇൻ്റഗ്രൽ ഓഫ് small f is denoted by capital F, and we write capital F of z equal to integral from a to z of small f, a to z of small f. ഈ എഴുതിയിരിക്കുന്ന എഫ് കണ്ടിന്യൂസ് ആണ്, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഇതാണ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഇത് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആ കാര്യം തന്നെയാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇൻഫാക്റ്റ്
സ്മോൾ എഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എ ബി. അപ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്. എഫ് ഇൻ്റഗ്രൽ, സ്മോൾ എഫ് എന്ന് പറയുന്നത് ഇൻ്റഗ്രാൻഡ്, ഇതിനല്ലേ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് കോൾഡ് ദ ഇൻ്റഗ്രാൻഡ്. ഇൻ്റഗ്രാൻഡ് ബൗണ്ടഡ് ആണെങ്കിൽ ഇൻ്റഗ്രൽ എഫ്, ഇൻ്റഗ്രാൻഡ് ബൗണ്ടഡ് ഇംപ്ലൈസ് ഇൻ്റഗ്രൽ എഫ് കണ്ടിന്യൂസ്. ഇത് ഇൻ്റഗ്രൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രാൻഡ് ബൗണ്ടഡ് ആണെങ്കിൽ ഇൻ്റഗ്രൽ കണ്ടിന്യൂസ് ആണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ഇൻ്റഗ്രൽ ഉണ്ടായിട്ടല്ലേ നമ്മൾ ക്യാപിറ്റൽ എഫ് എഴുതുന്നത്. ഇത് സ്മോൾ എഫ് ഇൻ്റഗ്രബിൾ ആയിട്ടാണ് ക്യാപിറ്റൽ എഫ് എഴുതുന്നത്. അപ്പോൾ സ്മോൾ എഫ് ആർ എ ബിയിലെ ആണെന്നാണ് അതിനർത്ഥം. സ്മോൾ എഫ് ആർ എ ബിയിലെ ആണെങ്കിൽ അത് ബൗണ്ടഡ് ആണെന്ന് നമുക്കുണ്ട്. അപ്പോൾ സ്മോൾ എഫ് എക്സ് ലെസ് ദാൻ ഇൻ്റഗ്രാൻഡ് ഉണ്ടെങ്കിൽ, ഇൻ്റഗ്രൽ ഉണ്ടെങ്കിൽ സ്മോൾ എഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം, മോഡ് എഫ് ബൗണ്ടഡ് ആണ്, എഫ് ബൗണ്ടഡ് ആണ്, മോഡ് എഫ് ബൗണ്ടഡ് ആണ് എന്നൊക്കെ ഉള്ളത് ഉണ്ട്. അപ്പോൾ കണ്ടിന്യൂറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടി, ഇത് ശരിക്കും യൂണിഫോം കണ്ടിന്യൂറ്റിയാണ് ഇവിടെ കിടക്കുന്നത്. കണ്ടിന്യൂറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാര്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇസഡും ഡബ്ല്യുവും വേരിയബിൾസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ പോയിന്റ്സ് ആണെങ്കിൽ നമുക്ക് ആഡിറ്റിവിറ്റി തിയറം ഉപയോഗിച്ച് ഇങ്ങനെ എഴുതാൻ അറിയാം. ഇൻ്റഗ്രൽ എ ടു ഇസഡ് എഫ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ഡബ്ല്യു എഫ് പ്ലസ് ഇൻ്റഗ്രൽ ഡബ്ല്യു ടു ഇസഡ് എഫ് എന്നെഴുതാൻ നമുക്കറിയാം. ആൻഡ് ഇൻ്റഗ്രൽ എ ടു ഇസഡ് എഫ് ഇസ് ക്യാപിറ്റൽ എഫ് ഇസഡ്, ഇൻ്റഗ്രൽ എ ടു ഡബ്ല്യു എഫ് ഇസ് ക്യാപിറ്റൽ എഫ് ഓഫ് ഡബ്ല്യു, ദെൻ ദിസ് ഇസ് ഇൻ്റഗ്രൽ ഡബ്ല്യു ടു ഇസഡ് എഫ്. ഇങ്ങനെ എഴുതാം. ഇനി മോഡ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം, ബൗണ്ടഡ് ആണെന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എന്നാ, മൈനസ് എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ, ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത് ഡബ്ല്യു ടു ഇസഡ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം? ഇൻ്റഗ്രൽ ഡബ്ല്യു ടു ഇസഡ് മൈനസ് എം ഇൻറ്റു എഫ് എക്സ് കിടക്കുന്നതുകൊണ്ട് ഇവിടെ ഡി എക്സ് എന്ന് പറയാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡബ്ല്യു ടു ഇസഡ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡബ്ല്യു ടു ഇസഡ് എം ഇൻറ്റു ഡി എക്സ്. ഡി എക്സ് എന്ന് വേറെ എന്തെങ്കിലും വേരിയബിൾ എഴുതിയാലും കുഴപ്പമില്ല. ഇസഡ് എന്ന് എഴുതാൻ ഇവിടെ ഇസഡ് ഉള്ളതുകൊണ്ട് എഴുതിയിരുന്നു. ദിസ് ഈസ് മൈനസ് എം ഇൻറ്റു ഇസഡ് മൈനസ് ഡബ്ല്യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡബ്ല്യു ടു ഇസഡ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എക്സ് എക്സ് ഇസഡ് മൈനസ് ഡബ്ല്യു എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഈ കാണുന്നതിൻ്റെ മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഡബ്ല്യു ടു ഇസഡ് എഫ് എന്ന് പറയുന്ന എവിടെ വരും? ഇത് മൈനസ് സിക്കും സിക്കും ഇടയിലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ മോഡുലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു, ഇത് മൈനസ് ഇത് പ്ലസ്, ഇതിലേതാ പോസിറ്റീവ് എന്ന് പറയാനൊന്നുമില്ല, എം ഇൻറ്റു മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് ഡബ്ല്യു. ബൗണ്ട് എം പോസിറ്റീവ് ആണ് എന്നാണ് നമ്മുടെ അസംഷൻ. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. എം ഗ്രേറ്റർ ദാൻ 0, എമ്മിന് മോഡുലസ് ഇല്ലാതെ എഴുതിയതിൻ്റെ അർത്ഥം അതാണ്. ദെൻ ഫ്രം ദിസ് ഇനിക്വാളിറ്റി സേ 1, ഇത് ഉപയോഗിച്ചാൽ 1 ആൻഡ് 2 വി ക്യാൻ റൈറ്റ് മോഡുലസ് ഓഫ് എഫ് ഇസഡ് മൈനസ് എഫ് ഡബ്ല്യു, മോഡുലസ് ഓഫ് എഫ് ഇസഡ് മൈനസ് എഫ് ഡബ്ല്യു. ഇതിനെയും കൊണ്ടുവന്ന് മോഡുലസ് എടുത്തു, ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഡബ്ല്യു ടു ഇസഡ് എഫ് ആയിരുന്നു. പക്ഷേ അത് തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ഇസഡ് മൈനസ് ഡബ്ല്യു എന്ന് കിട്ടി. എഫ് ഇസഡ് മൈനസ് എഫ് ഡബ്ല്യു മോഡുലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ഇസഡ് മൈനസ് ഡബ്ല്യു. അത് നിങ്ങൾക്കറിയാതെ ലിപ്സിറ്റ്സ് കണ്ടീഷനാണ്. കോൺസ്റ്റന്റ് ഇൻറ്റു ഈ വേരിയബിളിൻ്റെ ഡിഫറൻസ് നടക്കുന്നു. ലിപ്സിറ്റ്സ് കണ്ടീഷനുള്ളപ്പോൾ നല്ല എളുപ്പമാണ്. എപ്സിലോൺ ബൈ എം കൊടുത്താൽ മതി. വെന്നവർ അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ തിയറിയിലേക്ക് പോകേണ്ട കാര്യമില്ല. എഫ് ഇസഡ് മൈനസ് എഫ് ഡബ്ല്യു അല്ലെ എഫ് എക്സ് മൈനസ് എഫ് യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഇൻറ്റു ഇസഡ് മൈനസ് യു, അല്ല കെ ഇൻറ്റു എക്സ് മൈനസ് യു. അതുപോലെയാണ് ഇസഡ് ആൻഡ് ഡബ്ല്യു ആണെന്നുള്ളൂ, കോൺസ്റ്റന്റ് ഇൻറ്റു എന്ന് വന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് കണ്ടിന്യൂസ്. ലിപ്സിറ്റ്സ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷനാണ് എഫ്. എഫ് സാറ്റിസ്ഫൈസ് ലിപ്സിറ്റ്സ് കണ്ടീഷൻ ഇംപ്ലൈസ് ക്യാപിറ്റൽ എഫ് ഇസ് കണ്ടിന്യൂസ്. അങ്ങനെയാണ് എഫ് കണ്ടിന്യൂസ് ആണ്. എഫ് കണ്ടിന്യൂസ് ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് പകരം എഫ് സാറ്റിസ്ഫൈസ് ലിപ്സിറ്റ്സ് കണ്ടീഷൻ മോഡുലസ് ഓഫ് എഫ് ഇസഡ് മൈനസ് എഫ് ഡബ്ല്യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ഇസഡ് മൈനസ് ഡബ്ല്യു. അങ്ങനെ ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ്. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ എം ഒരു കോൺസ്റ്റന്റ് എന്ന് ഇവിടെ ലിപ്സിറ്റ്സ് കണ്ടീഷൻ ഉള്ളൂ. ആ കോൺസ്റ്റന്റ് നമ്മളുടെ ഫംഗ്ഷൻ സ്മോൾ എഫിൻ്റെ ബൗണ്ടായിട്ട് നമ്മൾ എടുക്കുന്നു. അങ്ങനെ ആയതുകൊണ്ട് എഫ് ബൗണ്ടഡ് ആണെങ്കിൽ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ക്യാപിറ്റൽ എഫ് ഓഫ് സ്മോൾ എഫ്
ഈസ് കണ്ടിന്യൂസ്. അത് അങ്ങനെ വേണമെങ്കിൽ റീസ്റ്റേറ്റ് ചെയ്യാം.